Hi, welcome to Coolstock YouTube channel. November 6 Nifty 50 Trading Analysis. Coolstock SNK ഇൻഡിക്കേറ്റർ ഫ്രീ ട്രയൽ ആവശ്യമുള്ളവർ ഈ പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക 9400273266. ഇന്നത്തെ ട്രേഡിംഗ് അനാലിസിസ് നോക്കാം. യെസ് അക്ഷിത, നമുക്ക് ഇന്നത്തെ ട്രേഡ് നോക്കാം. മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് ഫസ്റ്റ് ക്യാൻഡിൽ ഫുൾ സ്റ്റോക്ക് ഇൻഡിക്കേറ്ററിൻ്റെ ടൈം ഫ്രെയിം 1 മിനിറ്റ് ആണ്. ഫസ്റ്റ് ക്യാൻഡിൽ ഫോം ചെയ്ത് കഴിഞ്ഞപ്പോൾ മാർക്കറ്റിൽ എന്താണ് ഫുൾ സ്റ്റോക്കിൻ്റെ ടേബിൾ റീഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കേണ്ടത്. ഒന്ന് നോക്കൂ, എന്താണ് ഇന്ന് എങ്ങനെയാണ് റീഡ് ചെയ്യുക? ട്രെൻഡ് ബെയറിഷ് ആണ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്ലോ ബുള്ളിഷ് ആണ്, പവർ ഓഫ് കൺട്രോൾ ബുള്ളിഷ് ആണ്, സിഗ്നലിന്റെ സ്ട്രെങ്ത് മീഡിയം ആണ്, സീറ്റ വോളിയം പോസിറ്റീവ് ആണ്, സിഗ്മ നെഗറ്റീവ് ആണ്. യെസ്, ഇവിടെ ട്രെൻഡ് പാരിഷ് ആണ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്ലോ ബുള്ളിഷ് ആണ്, പവർ ഓഫ് കൺട്രോൾ ബുള്ളിഷ് ആണ്. പക്ഷേ സിഗ്നൽ ഓഫ് ദ സ്ട്രെങ്ത് മീഡിയം ആണ്. മാർക്കറ്റ് സൈഡ്വേസ് ആണ്. സീറ്റ പോസിറ്റീവ് ആണ്, സിഗ്മ നെഗറ്റീവ് ആണ്. പക്ഷെ ഇവിടെ ഒരു അഡ്വാൻറ്റേജ് കാണുന്നത് വോളിയം പോസിറ്റീവ് ആണ്. അതെ, വോളിയം പോസിറ്റീവ് ആണ്. വോളിയം പോസിറ്റീവ് ആയാൽ മാർക്കറ്റ് മേലോട്ടേക്കുള്ള സാധ്യത കൂടുതലാണ്. നോക്കാം, നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. നമ്മളുടെ സിഗ്നല് അൽഫ സിഗ്നല് എത്ര മണിക്കാ വരിക? 9:29 എല്ലാ ദിവസവും രാവിലെ 9:29 അൽഫ സിഗ്നൽ വരിക. ടൈം ബേസ്ഡ് ആണ് ഈ ഇൻഡിക്കേറ്റർ. 9:29 ക്യാൻഡില് 9:30 ക്ലോസ് ആവുന്ന നേരത്ത് അൽഫ സിഗ്നലിൽ എന്താണോ അവിടെ സിഗ്നൽ, ഏത് സിഗ്നലാണോ സസ്റ്റെയിൻ ആയത് അതാണ് നമ്മളുടെ സ്ട്രൈക്ക്. ഓരോ 3 മിനിറ്റിലും ഈ കാണുന്ന യെല്ലോ കാൻഡിൽസ് മാർക്കറ്റിനെ റീഡ് ചെയ്യുന്ന സ്കാനർ കാൻഡിലാണ്. ഓക്കെ, ആൽഫ കാൻഡിൽ ഫോം ചെയ്തു 25650 CE ആണ്. ആൽഫ കാൻഡിൽ ഫോം ചെയ്തു 25650 CE ആണ് വന്നിരിക്കുന്നത്. ഈ സമയത്ത് ടേബിളില് സീറ്റ സിഗ്മ വോളിയം മൂന്നും നെഗറ്റീവ് ആണ്. ട്രെൻഡ് ബെയറിഷ് ആണ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്ലോ ബുള്ളിഷ് ആണ്, പവർ ഓഫ് ദ കൺട്രോൾ ബെയറിഷ് ആണ്, സിഗ്നൽ ഓഫ് ദ സ്ട്രെങ്ത് വീക്ക് ആണ്. മാർക്കറ്റ് സൈഡ്വേസ് ആണ്. സ്കോർ 0/3. നമുക്ക് വന്നത് CE. വോളിയം നെഗറ്റീവ്, ട്രെൻഡ് ബെയറിഷ്, സ്കോർ 0, പവർ ഓഫ് കൺട്രോൾ ബെയറിഷ്, സിഗ്നലിന്റെ സ്ട്രെങ്ത് വീക്ക്, മാർക്കറ്റ് സൈഡ്വേസ്. വന്നതോ CE. അപ്പം ഈ നേരത്ത് ഇത് റീഡ് ചെയ്താൽ ഈ CE മേലെ പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. മേലെ പോകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. സ്റ്റാർട്ടിൽ വോളിയം പോസിറ്റീവ് ആയിരുന്നു, ഇപ്പോൾ വോളിയം നെഗറ്റീവായി, സ്കോർ 0 ആയി. സിഗ്നലിന്റെ സ്ട്രെങ്ത് വളരെ വീക്കാണ്. ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്ലോ ബുള്ളിഷ് കാട്ടുന്നുണ്ട്, പക്ഷെ ഇതൊരു ട്രാപ്പിനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്ലോ ബുള്ളിഷ് ആയ നല്ല ബുള്ളിഷ് ആണെന്നുണ്ടെങ്കിൽ പാരലൽ ആയിട്ട് അതിന്റെ കൂട്ടത്തിൽ വോളിയം കൂടെ വേണം, വോളിയം കൂടി ബുള്ളിഷ് ആയിരിക്കണം. മുന്നോട്ടേക്ക് പോയി നോക്കുക, 2 ക്യാൻഡിലും കൂടി പോയി നോക്കുക, എന്താ സംഭവിക്കുന്നത് നോക്കുക. ഇല്ല, അപ്പോഴും ബുള്ളിഷ് തന്നെയാണ്, പക്ഷെ വോളിയം ഇൻക്രീസ് ആവുന്നില്ല. ഇതേ നേരത്ത് പാരലൽ ആയിട്ട് 9:29 നമുക്ക് സ്ട്രൈക്കിലേക്കാണ് പോകേണ്ടത്. സ്ട്രൈക്കിൽ 9:29 എന്താണ് സ്റ്റാറ്റസ് എന്നുള്ളത് നോക്കണം. 25,650 സ്ട്രൈക്കാണ് ഇട്ടിരിക്കുന്നത്. ആ സ്ട്രൈക്കിൽ ആദ്യത്തെ ക്യാൻഡിൽ 9:15 ക്യാൻഡിലും 9:16 ക്യാൻഡിലും വരുന്നേരത്ത് വോളിയം ഉണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷൻ ഫ്ലോ ബുള്ളിഷ് ആണ്, പവർ ഓഫ് കൺട്രോൾ ബുള്ളിഷ് ആണ്, പക്ഷെ സ്ട്രെങ്ത് ഓഫ് ദ സിഗ്നൽ മീഡിയം ആണ്. മാർക്കറ്റ് സൈഡ്വേസ് ആണ്. സ്കോർ 2/3 ഉള്ളൂ. സീറ്റ ഉണ്ട്, സിഗ്മ നെഗറ്റീവ് ആണ്. ഇവിടെ വോളിയം ഉള്ളത് കൊണ്ട് ഈ സ്ട്രൈക്ക്, അതായത് ഇൻഡെക്സിൽ കാട്ടിയ സ്ട്രൈക്ക് മേലോട്ടേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടോയെന്ന് ചോദിച്ചാൽ 9:29 കഴിഞ്ഞ ശേഷം പോസിറ്റീവായിട്ടുള്ളത് നെഗറ്റീവായി. സ്ട്രൈക്കിൽ ഇതിൽ സ്റ്റാർട്ടിൽ പോസിറ്റീവ് ആയിരുന്നു, ഇൻഡെക്സിൽ സ്റ്റാർട്ടിൽ വോളിയം പോസിറ്റീവ് ആയിരുന്നു. ഇപ്പൊ സ്ട്രൈക്കിൽ സ്റ്റാർട്ടിൽ പോസിറ്റീവാ കാട്ടുന്നു. നമുക്കിത് ആക്ടിവേറ്റ് ആവേണ്ടത് 9:29 9:29 ആവുമ്പോഴേക്ക് ഇവിടെ മാറ്റം വരുമോ നോക്കുക. മാറ്റം വന്ന് തുടങ്ങി. വോളിയം ഫ്ലിക്കർ ചെയ്യുന്നു, ഗ്രീനിൽ നിന്ന് റെഡിലേക്ക് ജമ്പ് ചെയ്യുന്നുണ്ട്.
അവിടെ നിൽക്കുന്നില്ല. ഓളിയും ഗ്രീനും റെഡും മാറി മാറി കളിക്കുകയാണ്. ഒന്നും കൂടി മേലെ ടേബിൾ ശ്രദ്ധിച്ചോളൂ. ഇവിടെ 9-17 ആയപ്പം ഗ്രീൻ തന്നെ ആയിരുന്നു. 15, 16, 17 ഗ്രീൻ ആയിരുന്നു. പക്ഷെ അടുത്ത ക്യാൻഡിൽ വരുന്നേരത്ത് ആ ഗ്രീൻ പോയിട്ട് റെഡിലേക്ക് മാറി, പിന്നെയും ഗ്രീനായി, പിന്നെയും റെഡ് ആവുന്നു. അപ്പൊ ഇവിടെ ഒരു ഡിസിഷൻ, ഇവിടെ ഒരു അൺസർട്ടിനിറ്റി ഉണ്ട് കേട്ടോ. പിന്നെയും ഗ്രീനായി, പിന്നെയും റെഡായി, പിന്നെയും ഗ്രീനായി, പിന്നെയും റെഡായി. ബാരിഷ് ആണ്, മാർക്കറ്റ് സൈഡ് വേസ് ആണ്, പവർ ഓഫ് കൺട്രോൾ ബുള്ളിഷും ബാരിഷും മാറി മാറി കളിക്കുന്നത്. സിഗ്നലിന്റെ സ്ട്രെങ്ത് വീക്കാണ്, സ്കോർ 0 പൂജ്യമായി നിൽക്കുന്ന നേരത്ത് വന്നതാണ് നമ്മളുടെ സ്ട്രൈക്ക് വന്ന് 9:29. 9:29 വന്നപ്പോൾ സീറ്റ നെഗറ്റീവാണ്, സിഗ്മ നെഗറ്റീവാണ്, ഓളിയം നെഗറ്റീവാണ്, ട്രെൻഡ് ബാരിഷാണ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്ലോ ബാരിഷാണ്, പവർ ഓഫ് കൺട്രോൾ ബാരിഷാണ്, സ്ട്രെങ്ത് ഓഫ് ദ സിഗ്നൽ വീക്കാണ്, മാർക്കറ്റ് ബാരിഷാണ്, സ്കോർ 3-0. സമയം 9:28. 9:28 നമുക്ക് ഇൻഡെക്സിൽ തന്നിരിക്കുന്ന സ്ട്രൈക്ക് 25,650 CE. സ്ട്രൈക്കിലേക്ക് അത് വരുന്നേരത്ത് ആ സിഗ്നൽ ആക്ടിവേറ്റ് ആവേണ്ട സമയം 9:29 എല്ലാം ബാരിഷാണ്. ഇത് ഒറ്റൊന്ന് ഗ്രീൻ ഇല്ല, ശ്രദ്ധിച്ചാൽ കാണാൻ ഒറ്റൊന്ന് ഗ്രീൻ ഇല്ല. അതൊരു പോസിറ്റീവ് സൈൻ അല്ല. ഇങ്ങനത്തെ ഘട്ടത്തിൽ നമ്മൾ ട്രേഡ് എടുക്കാണ്ട് നിൽക്കുന്നതാണ് യുക്തി. ട്രേഡ് എടുക്കണം എന്നുള്ള നിർബന്ധമൊന്നുമില്ലല്ലോ. നമ്മൾ എടുക്കുന്ന ട്രേഡ് പ്രോഫിറ്റ് ആവണം എന്നുള്ളതാണ്. അപ്പം ഇവിടെ എല്ലാം ബാരിഷായ സ്ഥിതിക്ക് നമ്മൾ റിസ്ക് എടുക്കരുത്. ഇതിൽ അറ്റ്ലീസ്റ്റ് ഫോൾസ് ആണെങ്കിൽ പോലും ഇൻസ്റ്റിറ്റ്യൂഷൻ ഫ്ലോ എങ്കിലും ഗ്രീനിഷും സ്ട്രെങ്ത് കുറച്ച് സ്ട്രോങ്ങും വോളിയം ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ഇത് ഉറപ്പായിട്ട് ടാർഗറ്റിലേക്ക് എത്തുമായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ റീഡിങ്ങിലോ 9:28 റീഡിങ്ങിൽ ഒന്നും പോസിറ്റീവ് അല്ല, എല്ലാം നെഗറ്റീവാണ്. നമുക്ക് വന്നതാണെങ്കിൽ CE ആണ്. അപ്പൊ CEക്ക് തീരെ അനുകൂലമല്ല, 3-0. നമ്മൾ ആ സ്ട്രൈക്ക് മുന്നോട്ടേക്ക് പോയി നോക്കുക. 9:29 സിഗ്നൽ വന്നു. 141 ആണ് ബൈയിങ് പ്രൈസ്. 141 ആണ് ബൈ പ്രൈസ്, 158 ആണ് ടാർഗറ്റ്, 124 ആണ് സ്റ്റോപ്പ് ലോസ്. സിഗ്നൽ ആക്ടിവേറ്റ് ആയപ്പോഴും അതേ സ്റ്റാറ്റസ് നിലനിൽക്കുന്നു, ഒരു മാറ്റവും വന്നിട്ടില്ല. എല്ലാം ബാരിഷാണ്, സ്കോറും മാറിയില്ല, ഇൻസ്റ്റിറ്റ്യൂഷൻ ഫ്ലോവും മാറിയില്ല, വോളിയവും ചേഞ്ച് ആയില്ല, ഒറ്റ ഒന്ന് ചേഞ്ച് ആയിട്ടില്ല. വീക്കാണ്, ബാരിഷാണ്, ഇൻസ്റ്റിറ്റ്യൂഷൻ ഫ്ലോ ബാരിഷാണ്, ട്രെൻഡ് ബാരിഷാണ്, സീറ്റ ബാരിഷാണ്, സിഗ്മ ബാരിഷാണ്, വോളിയം ബാരിഷാണ്. ഇത്രയും ബാരിഷായി നിൽക്കുന്ന നേരത്ത് ഈ ഇന്ന് ട്രേഡ് എടുക്കുന്നത് ശരിയല്ല. ഇന്ന് ട്രേഡ് എടുക്കാണ്ട് നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇവിടെ സാധ്യത, ഒരു സിക്കുള്ള സാധ്യത ഈ ടേബിൾ റീഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇന്ന് സാധ്യത വളരെ കുറവാണ്, ഒരു 35-40% ഉള്ളൂ ഇന്ന്. അഥവാ ഇത് എക്സിക്യൂട്ട് ആയാൽ തന്നെ ടാർഗറ്റ് എത്താനുള്ള സാധ്യത. ബൈയിങ് പ്രൈസിന്റെ അടുത്ത് എത്തിയിട്ടും വോളിയം റെഡ് തന്നെയാണ്. യെസ്, ബൈയിങ് പ്രൈസിന്റെ അടുത്ത് എത്തി. എനിക്ക് തോന്നുന്നു ബൈയിങ് പ്രൈസിന്റെ അടുത്ത് എത്തി എന്നല്ല, ബൈയിങ് പ്രൈസ് എക്സിക്യൂട്ട് ആയി എന്നാ തോന്നുന്നു. എത്രയാണ് ബൈയിങ് പ്രൈസ്? 141 ആണ് ബൈയിങ് പ്രൈസ്. എക്സാക്ട്ലി 9:35 കാൻഡിലിൽ 141 ടച്ച് ചെയ്തു. 141 ടച്ച് ചെയ്യുന്നിടത്തും ഇതിൽ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. അപ്പൊ അതിനു മുമ്പ് 30 സിഗ്നൽ വന്നു, 31, 32, 33, 34, ഈ ഇത്രയും 4-5 മിനിറ്റ് കാൻഡിലും ഇവിടെ നെഗറ്റീവ് തന്നെ കാട്ടിയ സ്ഥിതിക്ക് ഈ ട്രേഡ് ഇന്ന് നമ്മൾ എടുക്കാണ്ട് നിൽക്കണം. ഈ ട്രേഡിലേക്ക് ഇന്ന് പോവരുത്. ഒരു ദിവസം ട്രേഡ് എടുത്തിട്ടില്ല എന്നേ ഉള്ളൂ. ട്രേഡ് എടുക്കാത്തത് കൊണ്ട് നമ്മൾ നഷ്ടമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. എടുത്ത ട്രേഡ് പ്രോഫിറ്റ് ആക്കാന്നുള്ളതാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. സാധ്യത ഉണ്ടെങ്കിൽ മാത്രമേ ട്രേഡ് എടുക്കാൻ പാടുള്ളൂ. ആ സാധ്യതകൾ ഉണ്ടോ ഇല്ലേ എന്ന് തിരിച്ചറിയാനാണ് ഇങ്ങനൊരു ടേബിള് ഫുൾ സ്റ്റോക്ക് SNK 501 Pro പ്ലസ് ഇൻഡിക്കേറ്റർ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ടേബിൾ ഡിസ്പ്ലേ തരുന്നത് തന്നെ ആ സ്ട്രൈക്കിലേക്ക് അന്ന് പോകണോ വേണ്ടേ. സ്ട്രൈക്ക് എന്തിനാ കാട്ടുന്നത്? നമുക്ക് ഏത് സ്ട്രൈക്ക് എടുക്കണം എന്ന് ഒരു തീരുമാനം എടുക്കാൻ ബുദ്ധിമുട്ടുള്ള നേരത്ത്
നമുക്കൊരു സ്ട്രൈക്ക് പറയുകയാണെങ്കിൽ ഇതാണ് ഇന്ന് എടുക്കേണ്ട സ്ട്രൈക്ക്. ആ സ്ട്രൈക്ക് എടുക്കേണ്ട സമയത്ത് നോക്കുമ്പോൾ ടേബിളും കൂടി വാച്ച് ചെയ്യണം. ടേബിളിൽ ഇത് പോസിറ്റീവ് അല്ല. പോസിറ്റീവ് അല്ലാത്ത നേരത്ത് ഒരു CE ട്രേഡ് അന്ന് ഓർഡർ ഇട്ട് എടുക്കാണ്ട് നിൽക്കണം. അന്ന് ട്രേഡ് ചെയ്യരുത്. ട്രേഡ് ചെയ്താൽ ഇത് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവാനുള്ള ചാൻസ് എബവ് 75% ഉണ്ട്. 25% പോലും വളരെ കട്ടി, വല്ല മിറാക്കിൾ എന്നൊക്കെ പറയുന്ന പോലെ മാർക്കറ്റ് പെട്ടെന്ന് മാറിയാലോ, മാർക്കറ്റ് ഇങ്ങനെ കളിക്കുന്ന മാർക്കറ്റ് പെട്ടെന്ന് ചേഞ്ച് ആവുമല്ലോ എന്നൊക്കെ നമ്മൾ പലപ്പോഴും നമ്മൾ ധരിക്കും. അങ്ങനെയൊക്കെ നമ്മൾ മാർക്കറ്റിൽ കണ്ടിട്ടുണ്ട്. അത് എസ്യൂം ചെയ്തിട്ട് നമ്മൾ എടുക്കുന്നത് വളരെ റിസ്കിയാണ്. അങ്ങനെ ഒരു ട്രേഡ് ചെയ്യരുത്. ഇന്ന് ട്രേഡ് വേണ്ട തീരുമാനിക്കണം. ഒരു ട്രേഡ് വേണ്ട, നാളത്തെ മാർക്കറ്റ് അറ്റൻഡ് ചെയ്താൽ മതി. മുന്നോട്ട് പോയി നോക്കാം, ഇതെന്ത് സംഭവിക്കും നോക്കാം. ഓൾറെഡി ഇത് 141 ടച്ച് ചെയ്തു. ഇനി ഒരു 25% ചാൻസ് ഉണ്ട്. അപ്പോഴേക്ക് സമയം 9:41 എന്നിട്ടും ഇതാവുന്നില്ല, മേലേക്കുള്ള ട്രെൻഡ് കാണുന്നില്ല. അപ്പോഴും എല്ലാം വോളിയത്തിന് ഒരു മാറ്റവും വരുന്നില്ല. വോളിയം റെഡ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. വോളിയം റെഡ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. വോളിയം റെഡായി നിൽക്കുന്ന അത്ര കാലം ഇത് മേലോട്ടേക്കുള്ള സാധ്യത പോയി. സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. സ്റ്റോപ്പ് ലോസ് ഹിറ്റായി കഴിഞ്ഞ് കണ്ടോ, സ്റ്റോപ്പ് ലോസ് ഹിറ്റായി കഴിഞ്ഞ്. അപ്പം അപ്പോഴും കണ്ടു ഇത് തന്നെയാണ് മാർക്കറ്റ്. മാർക്കറ്റിൽ മാറ്റമില്ല. അപ്പൊ സി വന്നു കഴിഞ്ഞാൽ ഇവിടെ വോളിയം ഈ സി ആണോ പി ആണോ എന്നുള്ളത് അല്ല. ഇവിടെ സ്ട്രൈക്കില് സി വന്നാലും പി വന്നാലും വോളിയം ആ സ്ട്രൈക്കിന്റെ ടേബിൾ പോസിറ്റീവ് ആയിരിക്കണം. ഇൻഡെക്സിൽ സി വന്നു കഴിഞ്ഞാൽ ഇവിടെ ടേബിൾ പോസിറ്റീവ് ആയിരിക്കണം. മനസ്സിലായോ? ഇവിടെ ഇപ്പൊ ഓപ്പോസിറ്റാ സംഭവിച്ചിരിക്കുന്നത്. സി വന്നു, പക്ഷെ ടേബിളിൽ നെഗറ്റീവ് ആണ്. മാർക്കറ്റ് അപ് ട്രെൻഡ് ആണ് ആവേണ്ടത്. പക്ഷെ ഇവിടെ അപ് ട്രെൻഡിനുള്ള സാധ്യത ഇല്ല എന്ന് ടേബിൾ വ്യക്തമായിട്ട് നമുക്ക് കാണിച്ചു തരുന്നു. അത് നമ്മൾ സ്ട്രൈക്കിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അതേപോലെ തന്നെയാണ് സ്ട്രൈക്കിന്റെ ടേബിളും കാട്ടുന്നത്. ഇൻഡെക്സിന്റെ ടേബിളിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്ലോ ബുള്ളിഷ് കാട്ടുന്നുണ്ട്. ഇതൊരു ട്രാപ്പാണ്, ഇത് ഫോൾസ് ആണ്. ആ ഫോൾസ് ആണെന്ന് മനസ്സിലാവുന്നത് സ്ട്രൈക്കിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അത് നെഗറ്റീവാണ്. നെഗറ്റീവാണ്. ആ നെഗറ്റീവ് ബാരിഷ് തന്നെയാണ് ഇവിടെ കാണുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്ലോ ബാരിഷ് ആണ്, വോളിയം ബാരിഷ് ആണ്, എല്ലാം ബാരിഷ് ആണ്. സ്കോർ 0 ആണ്. അപ്പം ഇങ്ങനത്തെ ഒരു ദിവസം നമ്മൾ ട്രേഡ് എടുക്കാണ്ട് നിൽക്കുക. ഓക്കെ, റൈറ്റ്. നിഫ്റ്റി 50 ഇൻട്രാഡേ അനാലിസിസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.